ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അരുൺ മോഹൻ കൂടി ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം അരുൺ മോഹൻ. നമുക്കറിയാം, അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി, 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവൻ്റെ മരണം, അത് ആത്മഹത്യ എന്നുള്ള നിലയിൽ എഴുതി തള്ളാനായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മുടെ പോലീസിൻ്റെ ശ്രമം. പക്ഷേ ഈ മരണം നടന്നപ്പോൾ മുതൽ ഇതിനുവേണ്ടി ശക്തമായി പ്രക്ഷോഭം നയിച്ച ഏക വിദ്യാർത്ഥി സംഘടന ABVP ആണ്. നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി, നിരവധി പോലീസ് മർദ്ദനങ്ങളുമൊക്കെ ഇതിൻ്റെ പേരിൽ ABVP പ്രവർത്തകർ കേൾക്കേണ്ടിയും വന്നു. പക്ഷേ ABVP പിന്മാറിയില്ല, ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി. ഏറ്റവും അവസാനം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയാണ്. ഒരു പരിധിവരെ ഇത് ABVPയുടെ സമര വിജയം കൂടിയാണ്. നീതിക്ക് വേണ്ടിയുള്ള കുടുംബത്തിനൊപ്പം ABVP നിലകൊണ്ടതിൻ്റെ ഒരു വിജയം അങ്ങനെ കണക്കാക്കുന്നുണ്ടോ ഈ അന്വേഷണത്തെ അരുൺ മോഹൻ? ഇത് സമരമെന്നോ സമരത്തിന്റെ വിജയമെന്നോ പരാജയമെന്നോ കാണുന്നതിനൊക്കെ അപ്പുറത്ത് ഒരു അച്ഛൻ മകളുടെ നീതിക്ക് വേണ്ടി നടത്തിയ നിരന്തരമായ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്ന വിദ്യാർത്ഥിപക്ഷ രാഷ്ട്രീയമാണ് ABVP മുമ്പോട്ട് വെച്ചത്. ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ABVP ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് നടത്തിയ വലിയ മാർച്ച് നമുക്കറിയാവുന്നതാണ്. അത് പിന്നീട് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ദിവസത്തിന് ശേഷം, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഇലക്ഷൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവം വരുന്നതുകൊണ്ട് 2 ദിവസത്തിന് ശേഷമാണ് അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. പക്ഷേ നിരന്തരമായ പോരാട്ടം ABVP വിഷയത്തിൽ തുടർന്നു. അതിലെ ഗുരുതരമായ അനാസ്ഥ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിഷയം ഉണ്ടായിരുന്നു. അതായത് ഈ കുട്ടിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കാത്ത ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതും പത്തനംതിട്ട പോലെ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയിലെ ഒരു ജനറൽ ആശുപത്രിയുടെ അവസ്ഥ പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതും കൂടി ആവശ്യമായിരുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. 2 തരത്തിൽ പറഞ്ഞാല് ഈ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് കുടുംബം ശക്തമായി പറയുന്നത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് തന്നെ പറയുന്നു. 2, നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പല വിഷയങ്ങളിൽ സമ്മതിക്കേണ്ടി വന്നത് ആദ്യം അവരെ സമ്മതിച്ചത് ഈ കാര്യത്തിലാണ്. അപ്പോൾ വലിയ പ്രക്ഷോഭം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയതിൽ ABVP പ്രവർത്തകരെ ക്രൂരമർദ്ദനത്തിനിരയായി. മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ 10-20ഓളം പ്രവർത്തകരുടെ പേരിൽ കേസുകൾ എടുത്തു. പക്ഷെ അതൊന്നും ഒരു നഷ്ടമായിട്ടോ ത്യാഗമായിട്ടോ ABVP കാണുന്നില്ല. മറിച്ച് അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുന്നതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ കാണാം. കൃത്യമായ രീതിയിലേക്ക് മാറ്റേണ്ടി വന്നതിന്റെ പോലീസിന്റെ ഭാഗത്തെ ഗുരുതരമായ അനാസ്ഥ ആരോപിച്ച് ഡിസംബർ 12-ാം തീയതി ABVP പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഈ വിഷയത്തിൽ നിരന്തരമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ അറിയിച്ചു. കേസിൽ കക്ഷി ചേരുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയി. അങ്ങനെ ഏറ്റെടുത്ത ഒരു കാര്യത്തെ ഈ സമയം വരെ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ കൂടിയാണ് ABVP. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തിരുവനന്തപുരത്തേക്ക് പോയ ആംബുലൻസിൽ ഇവിടെ നിന്ന് കയറിയ കുട്ടികൾ, ഈ കുട്ടിയുടെ മരണശേഷം ആംബുലൻസിൽ പിന്നീട് ആശുപത്രിയിൽ എത്തിയിട്ടില്ല. മെഡിക്കൽ കോളേജ് ചെല്ലുന്ന സമയത്ത് 2 കുട്ടികളില്ല. അത് വളരെ ദുരൂഹമാണ്. ഈ വിഷയം അന്വേഷണ ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്റെ ABVPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ ജില്ല തന്നെ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് അവർക്ക് മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ മൊഴികളൊന്നും റിപ്പോർട്ടിൽ പിന്നീട് കണ്ടില്ല എന്നുള്ളതാണ് ഗൗരവകരമായ വസ്തുത. അപ്പൊ നിരവധിയായിട്ടുള്ള മൊഴികൾ, സജി ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിന്റെ ഇൻവോൾവ്മെന്റ്, ഇതെല്ലാം പല മൊഴികളിൽ ഉണ്ടായിരുന്നിട്ടും അത് രേഖപ്പെടുത്താനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പേരെയും സ്ഥലം മാറ്റം കിട്ടിയത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വിധേയരാകുന്നു എന്നുള്ളത് 100% വ്യക്തമായിരുന്നു. ഈ വിവരം വളരെ മുമ്പ് തന്നെ ABVP പൊതു സംവിധാനത്തിലെ പൊതുമാധ്യമങ്ങളെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ഈ സമയത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട്. അബ്ദുൾ സലാം എന്ന് പറയുന്ന SMEയുടെ പ്രിൻസിപ്പലിനെയും അന്ന് അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്ന ആരോപണ വിധേയനായ സജി ജോസഫ് എന്ന് പറയുന്ന അധ്യാപകനെയും, അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കുട്ടി മരണപ്പെടുന്ന ദിവസം ആരുടെയും നിർദ്ദേശമില്ലാതെ സജി ജോസഫ് ഈ കുട്ടിയെ മാസ് കൗൺസിലിങ്ങിന് വിധേയമാക്കി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പച്ചവെള്ളം പോലും കുടിക്കാതെ മോഷണം ആരോപിച്ച് കുട്ടിയെ നിരന്തരമായി ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അത് പീഡനം തന്നെയാണല്ലോ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ്. അബ്ഡോമിനിൽ അല്പം പോലും വെള്ളമില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ്. ഇത്ര ഗുരുതരമായ ആരോപണം വിധേയനായ സജി ജോസഫിനെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് അദ്ദേഹത്തെ ഇതേ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് ഈ സർക്കാർ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ്.
ഏറ്റവും ഗൗരവമായ വിഷയമല്ലേ അത്. ഇപ്പോൾ അദ്ദേഹം പാലാ SMEയിൽ അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഇവിടെ വരുന്നതിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി ട്രാൻസ്ഫർ വാങ്ങി, അദ്ദേഹം തന്നെ ട്രാൻസ്ഫർ വാങ്ങി അദ്ദേഹം പാലായ്ക്ക് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞു വന്നത്, മറ്റൊരു പ്രിൻസിപ്പലിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പഴയ പ്രിൻസിപ്പലിനെ തിരിച്ചെടുത്തിട്ടില്ല. പക്ഷെ ഈ ആരോപണ വിധേയനായി സജി ജോസഫ് എന്ന് പറയുന്ന അധ്യാപകൻ വെറും അസോസിയേറ്റ് പ്രൊഫസർ എന്ന ആള് പ്രൊമോഷനോടുകൂടി അതേ കോളേജിൽ, ഇതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി തുടർന്നും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നു എന്ന് ABVP കരുതുന്നില്ല. അത് പാലായിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ABVPക്ക് ഒരേ ശബ്ദം തന്നെയാണ്, ഒരേ പോരാട്ട വീര്യം. ഇനിയും ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ABVPക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി അരുൺ മോഹൻ.